അതിശക്തമായ പ്രളയത്തിൽ 45,000-ത്തിലധികം ആളുകളെ ബാധിച്ച ഞെട്ടിക്കുന്ന അതിതീവ്ര പ്രളയത്തിൻ്റെ ദൃശ്യങ്ങളും വീഡിയോയും നോക്കാം. ഒപ്പം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഡീറ്റെയിലായ വിവരങ്ങളെല്ലാം നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യത. തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പൊതുവെ മഴ കുറവായിരുന്നു. തായ്ലൻഡിൽ 4 തെക്കൻ പ്രവിശ്യകളിൽ ഉണ്ടായ രൂക്ഷമായ വെള്ളപ്പൊക്കത്തിൽ കുറഞ്ഞത് 3 മരണം രേഖപ്പെടുത്തിയിരിക്കുന്നു. 43,000-ത്തിലധികം വീടുകളെ ബാധിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസാസ്റ്റർ പ്രിവൻസ് ആൻഡ് മിറ്റിഗേഷൻ റിപ്പോർട്ട് ചെയ്തത് 43,600 വീടുകളിൽ വലിയ നാശനഷ്ടം സംഭവിച്ചെന്നാണ്. മഴയും വെള്ളപ്പൊക്കവും തെക്കൻ തായ്ലൻഡിനെ സാരമായി ബാധിച്ചിരിക്കുന്നു. ഗതാഗത തടസ്സം വ്യാപകമായിരിക്കുകയാണ്. കനത്ത മഴയും ശക്തമായ കാറ്റും ചുംഫോൺ, നഖോൽസി, തമാരത്ത്, റനോങ്, സൂറത്ത് താനി എന്നിവയുൾപ്പെടെ നിരവധി പ്രവിശ്യകളിൽ വെള്ളത്തിനടിയിലായി. അതിശക്തമായ മഴയും കനത്ത വെള്ളപ്പൊക്കവും കാരണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരിക്കുകയാണ്. നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു.